ഈ ഉച്ച സമയത്ത് കുറേ കാന്താരി എടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് ഇപ്പം ആലോചിച്ചില്ലേ നിങ്ങളെല്ലാവരും? അപ്പോൾ ദേണ്ട ഞാൻ കാണിച്ചു തരാം. കുറേ കാന്താരി എടുത്ത് നല്ലതുപോലെ കല്ല് വെച്ച് ഇടിച്ച് അങ്ങോട്ട് അതിനെ ചമ്മന്തിയാക്കാം. എന്നിട്ട് ദേണ്ട 2-3 മാങ്ങ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങ ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് ഉപ്പ് വെള്ളത്തിൽ കുറേ മാങ്ങ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചില്ലേ എന്തിനാ ഉപ്പ് വെള്ളത്തിലിടുന്നത്? ഉപ്പും മാങ്ങയും കൂടെ അല്ലേ ഇടണ്ടേ എന്നൊക്കെ. ദേണ്ട ഈ സംഗതി ചെയ്യാനാണ് ഞാൻ ഉപ്പുമാങ്ങ ചെയ്തത്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് നല്ല പഞ്ഞി പോലായ 2-3 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കാന്താരിയുമായിട്ട് നല്ല ഞെരടി അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് ഞെരടി അങ്ങോട്ട് എടുക്കണം കേട്ടോ. മാങ്ങാണ്ടിക്ക് വിഷമം വരട്ടെ, മാങ്ങാണ്ടിയും കൂടെ കിടക്കട്ടെ. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് ചോറുമായിട്ട് കലക്കി കഴിക്കണം. വേറൊരു ഐറ്റവും ഇതിൻ്റെ കൂടെ വേണ്ട. ഉപ്പ് വെള്ളത്തിൽ പച്ചമാങ്ങ ഇട്ടാൽ ദേണ്ട് ഇതുപോലെ നമുക്ക് മഴ സമയത്ത് അല്ലെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ മാങ്ങ കൊണ്ട് കുറേ ഐറ്റങ്ങൾ ചെയ്യാം. പിന്നെ ഉപ്പും മാങ്ങ മാത്രം ഇട്ടാൽ അത് അച്ചാറിനാണ്. മാങ്ങ നല്ല കല്ല് പോലിരിക്കും കേട്ടോ. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഉപ്പിലിട്ട് മാങ്ങ കിട്ടുവാണെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.